നാട്ടുകാരുടെ മുന്നിൽ വലിയ പാട്ടുകാർ, മാന്യന്മാർ അല്ലേ? എന്തൊക്കെ വിശേഷങ്ങൾ? സുഖല്ലേ? ഞങ്ങളടുത്ത ബന്ധുക്കളാണ് കേട്ടോ. നിന്നെ അന്ന് കല്യാണത്തിന് കണ്ടപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു കേട്ടോടാ. കുറേ നാളായിട്ട് നീയൊക്കെ എന്നെയിട്ട് വട്ടം ചുറ്റിച്ചോണ്ടിരിക്കുക. നാട്ടുകാരുടെ വായിന്നും മേളിയിരിക്കുന്ന സാറുമാരുടെ വായിന്നും ഞാൻ കേട്ടതിനൊക്കെ ഇന്ന് ഞാൻ കണക്ക് തീർക്കും. എൻ്റെ വീട്ടിൽ നീയൊക്കെ കയറി അന്ന് മുതൽ ഞാൻ നിന്റെയൊക്കെ പുറകെ വീട്ടിൽ തന്നെ കയറണല്ലേടാ. ആ പാവത്തിനെ വിട്ടേക്ക്, അയാളല്ല, ഞാൻ ഒറ്റയ്ക്ക് എല്ലാം ചെയ്തത്. ഓ അപ്പൊ സാറായിരുന്നോ? ഞാൻ ബാക്കി സാറിന് തരാം. ഇങ്ങോട്ട് പോടാ നീ. എന്നെ നിനക്ക് അറിയണം. നാട്ടുകാരാ നീയാണോ ഇതെല്ലാം ചെയ്തത്? അത് മാത്രല്ല, ഞങ്ങൾ എല്ലാവരും കൂടെയാ ചെയ്തത്. സാറേ, ഈ കേസിൽ ഞങ്ങളെ തൂക്കിക്കൊല്ലാനൊന്നും പോകുന്നില്ല. കൂടിപ്പോയാൽ 1-2 വർഷത്തെ ശിക്ഷ അത് ഞങ്ങൾ അനുഭവിച്ചോളാം. എന്നാലും സാറിന് ഞങ്ങൾ വെറുതെ വിടില്ല. സാറ് ഞങ്ങൾ എന്ത് ചെയ്യുന്ന സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ട ഞങ്ങളെ സാറ് പിടിച്ചില്ല, അത്രയല്ലേ ഉള്ളൂ. അല്ലാതെ ഞങ്ങളുടെ തൊണ്ടിമൂലം വല്ലതും കിട്ടിയോ? സാറ് തലകുത്തി നിന്നാലും ഒന്നും കിട്ടാൻ പോണില്ല. പിന്നെ കോടതിയുടെ കാര്യം അത് ഞങ്ങൾ നോക്കിക്കോളാം. ഇപ്പൊ നിങ്ങൾ പറയല്ലേ ഹംസ? ആ സാറേ. അല്ലാത്തിങ് എടുത്തേ. നിങ്ങളാരും പറയണ്ട, പക്ഷേ ഇവൻ പറയും, അല്ലെങ്കിൽ ഇവനെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. നിക്കട്ടാ, പറയടാ, മോഷ്ടിച്ച സാധനങ്ങളൊക്കെ നിങ്ങളിവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? സാറൊന്നും ചെയ്യരുത്, ഞാൻ പറയാം. നീ തന്നെ പറ. സാറേ, ഞങ്ങളെടുത്ത സാധനങ്ങളെല്ലാം ആ വീടിൻ്റെ പല സ്ഥലങ്ങളിലോ പരിസരത്തുള്ള പറമ്പുകളിലോ വെച്ചിട്ടുണ്ട്. ഓ, അപ്പൊ മോഷണമല്ല, എന്നെ മനഃപൂർവ്വം ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം അല്ലേ? സാറേ, എൻ്റെ വീട്ടിനടുത്ത സാധനങ്ങളൊക്കെ എവിടെയെന്ന് ചോദിക്കും സാറേ. സാറേ, അവൻ്റെ വീട്ടിൽ നിന്ന് എടുത്ത സാധനമല്ല അവൻ്റെ വീടിൻ്റെ പുറകിൽ കുറ്റിക്കാട്ടിട്ടുണ്ട്, ഞങ്ങൾ എടുത്തിട്ടില്ല. ആ പാമ്പും കാട്ടില്ലോ. എന്നെ ഇങ്ങനെ ഉപദ്രവിക്കാൻ മാത്രം ഞാൻ നിന്നോടൊക്കെ എന്ത് തെറ്റാടാ ചെയ്ത്? പറയടാ. സാറിനൊരു ശ്രീധരനെ അറിയാം. ഏറ്റുമാനൂർ സർവീസ് സഹകരണ ബാങ്കിലെ സെക്രട്ടറി ആയിരുന്ന സഖാവ് ശ്രീധരൻ. സാറ് കള്ളക്കേസ് കുടുക്കിയ ശ്രീധരന്റെ മകളാണ് ഞാൻ. എന്റെ അച്ഛനെ കൊന്നത് സാറല്ലേ? ഇല്ലാത്തൊരു മോഷണ കേസ് ഉണ്ടാക്കി എന്റെ അച്ഛനെ പിടിച്ചോണ്ട് പോയത് സാറല്ലേ? ശ്രീധരേട്ടാ, ചെലവ് ഇതിൽ ഒതുക്കാന്ന് വിചാരിക്കണ്ട. ഉച്ചക്ക് ചോറ് കൊണ്ടിട്ട് ഞങ്ങൾ എല്ലാരും പോകുന്നുള്ളൂ. ഊണിവിടെ റെഡിയാണ്, കറികൾ കുറച്ച് കുറവാണെന്നേ ഉള്ളൂ. അതൊന്നും കുഴപ്പമില്ല അല്ലടാ. ഊണ് കഴിക്കാനോ? ഇത് ഇത്രയും നന്നാച്ചാ മതി, അല്ലെങ്കിൽ വയറോട്ടി ചത്തു കൂട്ടാ. അതെ ശ്രീധരേട്ടാ, ഇവരെ അങ്ങനെ വിട്ടാ മതിയോ? പിടിച്ച് കെട്ടിക്കണ്ടേ? പിന്നെ ഞാൻ എപ്പോഴേ റെഡിയാണ്. അടുത്ത ചിങ്ങത്തി ഇവിടെ കല്യാണം നടത്തണം. പിന്നെ നിന്റെ അമ്മയെ കാണാൻ വേണ്ടി ഞാനൊരു ദിവസം അങ്ങോട്ട് വരുന്നുണ്ട്. അതിന് ഒരു ജോലി ഇട്ടിട്ട് ഞാൻ കെട്ടത്തുള്ളൂ. അതിന് നീയല്ലല്ലോ അവനെ കെട്ടുന്നത്, അവൻ നിന്നെയല്ലേ കിട്ടുന്നേ. ഹലോ ഹലോ, ആ സഖാവേ പറ. മോഷണോ? എപ്പോ
ഞാനല്ലേ ഇത് ചെയ്തത്? പിടിച്ച് കയറോ. എന്നെ please. ഞാൻ പറഞ്ഞു. ഏറ്റുമാനൂർ സർവീസ് സഹകരണ ബാങ്കിൽ വൻ മോഷണം. ബാങ്ക് ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന 72 പവൻ സ്വർണ്ണമാണ് മോഷണം പോയത്. മകളുടെ കല്യാണ ആവശ്യത്തിന് വേണ്ടി സൂക്ഷിച്ചിരുന്ന സ്വർണം എടുക്കാൻ ബാങ്കിലെത്തിയപ്പോഴാണ് മോഷണവിവരം പ്രവാസിയായ ശ്രീ CJ തോമസ് അറിയുന്നത്. ലോക്കറിന്റെ ഒരു താക്കോൽ ഇടപാടുകാരും മറുതാക്കോൽ ബാങ്ക് സെക്രട്ടറിയുമാണ് സൂക്ഷിക്കാറ്. സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ബാങ്ക് സെക്രട്ടറി ശ്രീ A ശ്രീധരനെ പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും പിന്നീട് ഉപാധികളോടുകൂടി സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. കോട്ടയം കഞ്ഞിക്കുഴിയിൽ വാഹനാപകടം, 2 മരണം. കാറും ഓട്ടോറിക്ഷയും. തനിക്ക് എന്താണ് ഒരു കുറ്റബോധം? എന്തിനാണ് സാർ ഒരു പാവത്തിന് ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? എടോ, ഇത് രാഷ്ട്രീയമാണ്. സിമ്പതിക്കൊന്നും ഇവിടെ യാതൊരു സ്ഥാനവുമില്ല. തനിക്കറിയാലോ, ഇലക്ഷൻ അടുത്തിരിക്കുന്ന സമയമാണ്. ഈ സീറ്റിൽ എനിക്ക് പകരം ഇവന്റെ പേരാ സംസ്ഥാന കമ്മിറ്റിയിൽ പറഞ്ഞു കേൾക്കുന്നത്. ഞാൻ അഴിമതിക്കാരൻ തന്നെ, സമ്മതിക്കുന്നു. പക്ഷെ എന്നെ ഒതുക്കി ഈ സീറ്റിൽ വേറൊരുത്തൻ വരാൻ ഞാൻ സമ്മതിക്കില്ല. അല്ല സാറേ, ഈ ശ്രീധരന്റെ പേരെങ്ങനെയാ സ്ഥാനാർത്ഥി പട്ടിക വന്നത്? അവന്റെ ഒടുക്കത്തെ ഇമേജ്. ജനസമ്മതനാണല്ലോ, നന്മമരം. അവന്റെ ഇമേജാണ് തകർക്കേണ്ടത്. അതിന് ഇതല്ലാതെ വേറെ മാർഗമില്ല. സാറേ, സോഷ്യൽ മീഡിയ ഭയങ്കര സ്ട്രോങ്ങാ. ഇതൊക്കെ പുറത്താരെങ്കിലും അറിഞ്ഞാല് തനിക്കൊരു കുഴപ്പം വരില്ല. അതിന് വേണ്ടതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. താൻ കണ്ടില്ലേ, ചാനലിലെ മുഖ്യ വാർത്തയെല്ലാം ഇതാണ്. ബാക്കി നാളെ പത്രങ്ങൾ ആവശ്യമുള്ളൂ. അതോടെ പാർട്ടിയിൽ ശ്രീധരൻ തീരും. താൻ ഈ കാര്യത്തിൽ എന്റെ കൂടെ നിന്നേ പറ്റൂ. താൻ വിഷമിക്കണ്ട. തന്നെ കാണേണ്ട പോലെ ഞാൻ കാണും. പിന്നെ റിട്ടയർഡ് ആവുന്നതിന് മുമ്പ് മിനിമം ഒരു SP റാങ്കെങ്കിലും വേണ്ടടോ. വേണ്ട സാറേ, ഇതിന്റെ പങ്ക് എനിക്ക് വേണ്ട. ഹലോ, എപ്പോ? എന്താടോ, എന്തു പറ്റി? ശ്രീധരൻ സൂയിസൈഡ് ചെയ്തു സാറേ. എന്തൊരു കുടിയാടോ ഇത്, മതിയിടോ. ആ കൊച്ചു പറഞ്ഞത് ശരിയല്ലടോ. അവിടെ അച്ഛനെ കൊന്നത് ഞാനല്ലേ? അതിനാൾ ആത്മഹത്യ ചെയ്തല്ലേ, അതിന് തനിക്കെന്നാ തന്റെ കുഴപ്പമുണ്ടല്ലോ. ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും ഒരർത്ഥത്തില് കൊലക്കുറ്റം തന്നെയാ. തനിക്കറിയാലോ, ഞാൻ ഈ ജോലി വേണ്ടെന്നൊക്കെ എത്ര തവണ ആലോചിച്ചാണ്. ഭരിക്കുന്ന പാർട്ടിയുടെ അടിമകളാണോ ഈ പോലീസുകാര്? അവര് തല്ലാൻ പറഞ്ഞാൽ തല്ലണം, കൊല്ലാൻ പറഞ്ഞാൽ കൊല്ലണം. അടുത്തോ ഈ പണി ഞാൻ വിടാൻ പോവാ. എന്നിട്ട് ഞാൻ എന്നാ പണിക്ക് പോണു? പറമ്പിൽ പോയി കളക്കോടും. ഒരു മടിയില്ല എനിക്ക്. ഈ രാഷ്ട്രീയക്കാരുടെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കുന്നതിലോ അന്തസ്സുണ്ടല്ലോ അതിന്. അതൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. താൻ ആ പിള്ളേരെ എന്നാ ചെയ്തു? കേസ് ചാർജ് ചെയ്തോ? എന്ത് കേസും ഇല്ല, ഒരു കോപ്പും ഇല്ല.